ഹലോ കൂട്ടുകാരെ, സുഖം തന്നെ. എൻ്റെ വയ്യാഴിയൊക്കെ കുറവുണ്ട് കേട്ടോ. വയ്യാഴിയൊക്കെ അങ്ങ് മാറ്റി വെക്കുക. അതൊക്കെ ഒരു ഇടയ്ക്ക് കിടക്കട്ടെന്ന് ഓർക്കുന്നു. അതൊക്കെ കൊണ്ട് വയ്യാഴിയാന്നും പറഞ്ഞൊക്കെ നമ്മൾ കിടന്നാലേ തല പൊങ്ങത്തില്ല. നമുക്കൊരു കാര്യവും നേടാനൊക്കത്തില്ല. നമ്മൾ ഒരു വയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധമൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കാനായിട്ടുള്ള വഴി നോക്കണം. നമ്മളെപ്പോഴും ആശുപത്രി കയറി ഇറങ്ങി പോകാനോ നടക്കാനോ ഉള്ള വഴിയൊന്നും നമ്മൾ നോക്കരുത്. നമുക്ക് അത്രയ്ക്ക് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആശുപത്രി പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ കൊണ്ട് നടക്കും. പിന്നെ അങ്ങനെ ഇന്ന് വയ്യാഴിയൊക്കെ കുറവുണ്ട്. രാവിലെ എണ്ണിച്ച് വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലൊരു അമ്മുമ്മയുടെ ആണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മുമ്മയെന്ന് വെച്ചാൽ നല്ല സ്നേഹമുള്ള അമ്മുമ്മയാണ്. അതോ കളറ് കാണണം, അമ്മുമ്മയുടെ സൗന്ദര്യം കാണണം. എന്തുവാ അത്, നല്ല സൗന്ദര്യമുള്ള ഒരു അമ്മുമ്മയായിരുന്നു. നല്ലൊരു അമ്മുമ്മ, ഭയങ്കര നല്ല ഇതുള്ള. മക്കളും അതുപോലെ തന്നെ. മക്കൾ രണ്ട് മൂന്ന് പേരുണ്ട്, നാല് മൂന്ന് പേരും കണ്ടുണ്ട്. മക്കളും അതുപോലെ തന്നെ. അമ്മുമ്മയുടെ രണ്ട് പെൺമക്കളുണ്ട്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാ. മുടിയൊക്കെ ചന്തിയെ കിടക്കുക കേട്ടോ. നല്ല രസം അവരെ കാണാൻ. അവിടെ മക്കളെയും കാണാൻ നല്ല അടിപൊളി അമ്മുമ്മ. അപ്പൂപ്പനും അതുപോലെ തന്നെ. അപ്പൂപ്പനെ അതിനേ കൊള്ളാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂമ്മ കേട്ടോ. അമ്മൂമ്മ എൻ്റെ അടുത്ത് വരുവൊക്കെ ചെയ്യും. വന്നാൽ അതും പറഞ്ഞ് വെള്ളം പോലും മേടിച്ച് കുടിക്കത്തില്ല. പിന്നെ വഴക്കൊക്കെ പറഞ്ഞായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. ഒരു വക മേടിച്ച് കഴിക്കുവാട്ടോ, ഒന്നുമില്ല. നല്ല ശീലങ്ങളാണ് കേട്ടോ. പണ്ടത്തെ അവരുടെ ആ ഒരു നല്ല നല്ല രസമാണ് കാണാൻ. എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലോ, ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മുമ്മ. അതുപോലെ തന്നെ അങ്ങനെ അപ്പുറത്തും ഒരു അമ്മുമ്മയുണ്ട്. ആ അമ്മുമ്മ അങ്ങനെ തന്നെ. നല്ല രസമാണ് അവരെ രണ്ടുപേരെയും കാണാൻ. നല്ല ചെറുപ്പം പോലെ നടക്കുന്നത്. അവരുടെ മക്കളും അതുപോലൊക്കെ തന്നെ. നല്ല സ്നേഹമുള്ള അമ്മുമ്മമാരാ രണ്ടുപേരും. നല്ല സ്നേഹം. രണ്ടുപേരും വരുവോ മിണ്ടോ എല്ലാം ചെയ്യും. നമ്മളും അങ്ങനെ അങ്ങോട്ടും അങ്ങനെ തന്നെ. പിന്നെ അപ്പുറത്തെ അമ്മുമ്മ, വടക്കപ്പുറത്തെ അമ്മുമ്മ മരിച്ചു പോയി. ഇന്ന് ആണ്ടായിരുന്നു, ഒരു വർഷമായി. ഇന്ന് ആണ്ടായിരുന്നു. അമ്മുമ്മ പോകാതിരിക്കാനൊന്നും നോക്കത്തില്ല. അത്രയ്ക്ക് നല്ല സ്നേഹം. അവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല, ഇവിടെ നല്ല സഹകരണമാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെ ചോറും കറിയൊക്കെ വെച്ച് ജോലിയെല്ലാം ഒതുക്കിയിട്ട് രാവിലെ അങ്ങോട്ടൊന്ന് പോയി. രാവിലെ അവിടെ പോയി ഒന്ന് കണ്ണ് കാണിച്ച് എല്ലാ ആളിനെയും ഒന്ന് കാണിച്ച് എല്ലായിടും ഒന്ന് വട്ടം ചുറ്റിയിട്ട് വന്നിട്ട് പിന്നെ ഉച്ചയായപ്പം പോയി. എനിക്ക് വയ്യാത്തതുകൊണ്ട് ആഹാരം കഴിക്കാൻ മടിയല്ല. അല്ലെങ്കിലും എനിക്ക് ആഹാരത്തിനോട് ഭയങ്കര എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു കൈ പറ്റ് മാത്രം ഒരു ശകലം അത് തന്നെ തിന്നാൻ തിന്നിട്ട് പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാനിത് പോകുന്നു. എന്തോനാ പെട്ടെന്ന് പോകുന്നതെന്നറിയാമോ? വീഡിയോ പിടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. രാവിലെ പോയി അതും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വന്നത്. അന്നേരം എനിക്ക് ഉച്ചയ്ക്ക് പോയി ഒന്നും ചെയ്യാനൊരു സമയമില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പത്രമോ അതും ഇതൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ മരത്തുള്ളൂ. ഇപ്പം അതിന് സമയമില്ല. വീഡിയോ പിടിക്കണം, മേക്കപ്പ് ചെയ്യണം പറഞ്ഞ് എപ്പോഴും വീഡിയോ എന്നും പറഞ്ഞുള്ള ചിന്തയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം അത് തന്നെ ചിന്ത. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇഞ്ഞ് പോന്നു. വന്ന് കുളിച്ച് മേക്കപ്പും ചെയ്തിട്ടാണ് ഇപ്പം ഈ വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ എല്ലാം ഇഷ്ടംപോലെ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആളൊക്കെ ഉണ്ട്. വലിയ കല്യാണ സദ്യ പോലായിരുന്നു. ഒത്തിരി ആളുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും വിളിക്കും. നല്ല സ്നേഹമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ കേട്ടോ. നല്ല ആൾക്കാർ. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വിതിര എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ നാടിനെ പോലെ നല്ല സ്ഥലങ്ങൾ അവിടെയൊക്കെ കാണാനാണ്. അതുപോലെ നല്ല 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 സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ നാട് കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞത്. ഇവിടെയൊക്കെ നല്ല റബ്ബറും തോട്ടം, വാഴത്തോട്ടം, കപ്പത്തോട്ടം എല്ലാം പച്ചക്കറി, എല്ലാ കൃഷികളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഉപ്പ് രസമാണ്. കുളവും കുണ്ടും കുഴിയും കുളവും കായലും കടലും ഒക്കെ കിടക്കുന്നിടമാണ്. അവിടെ പോയി 2 ദിവസം ഇന്നാൽ കാരി പോലെ കറുത്ത് വരും കാറ്റടി കൊണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥലത്തിനെ കുറ്റം പറയുന്നതല്ല. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലയോ, നല്ല സ്ഥലം തന്നെ. എന്നാലും നമ്മളെ കുറ്റം പറയുന്നതല്ല ഇതൊന്നും. എന്നാലും ഒരേ കാര്യങ്ങൾ പറയുന്നതാ. അങ്ങനെ ഇവിടെ ഇപ്പം നമ്മൾ തിരുവനന്തപുരം സ്ഥലത്ത് 10-13 വർഷമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും നല്ല ആൾക്കാർ. ഏത് പാരാത്രിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകും. ഒരു കുഴപ്പവും ഇല്ല. നല്ല ആൾക്കാർ, നല്ല ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ പിന്നെ വിതിരയെന്ന് വെച്ചാൽ പുളിച്ചാമല എന്നാണ് എൻ്റെ നിൽക്കുന്ന സ്ഥലപ്പേര് കേട്ടോ.
നല്ല നല്ല ആൾക്കാർ, സഹകരണമുള്ള നല്ല ആൾക്കാർ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പിടിച്ചു പറ്റി ഇങ്ങനെ പോന്ന്. ആരുടെ ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരുമായിട്ട്. ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനാ. എല്ലാവരും എനിക്ക് കമൻറ്റ് തരണം, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. എങ്ങനെങ്കിലും എൻ്റെ തലയൊന്ന് പൊങ്ങി വരാൻ നിങ്ങളെല്ലാ ആൾക്കാർ എല്ലാവരോടും ഞാൻ രണ്ട് കൈ നിങ്ങൾക്ക് കൂപ്പി പറയുക. എല്ലാ ആൾക്കാരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എല്ലാവരും എനിക്ക് കൊച്ചായിട്ട് വലുതായിട്ട് എല്ലാവരും എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. ഇതൊരു ഞാൻ സന്തോഷമായിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതാണ്. എനിക്ക് വലുതായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനാ എന്തോ പറയാനാ. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നെ എങ്ങനെങ്കിലും ഒന്ന് കരകയറ്റാൻ നോക്കണം. എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ. നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവർക്കും, എല്ലാ കൂട്ടുകാരും, എനിക്കെന്നല്ല എല്ലാ കൂട്ടുകാർക്കും ലൈക്കും കമൻറ്റും എല്ലാം കൊടുക്കണം. എല്ലാ കൂട്ടുകാർക്കും ആരെ നിങ്ങൾ ഒറ്റയാക്കരുതും. എല്ലാവർക്കും കെട്ടതായാലും നല്ലതായാലും പാവങ്ങൾ ജീവിക്കട്ടെ, അല്ലെ എങ്ങനെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് ഓർത്ത് എല്ലാവരും ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം, എല്ലാം ചെയ്യണം കേട്ടോ. ടാറ്റാ.